മരുമകളുടെ മനസ്സ്. എല്ലാവരും, എല്ലാ അമ്മായിയമ്മമാരും ഒരു കാലഘട്ടത്തിൽ മരുമകളായിരുന്നു അല്ലേ? പിന്നീട് പ്രായം കൂടി വരുന്നു, കാലഘട്ടം മാറി വരുന്നു, അവർ ഓരോ പൊസിഷനിലും മാറി മാറി എത്തുന്നു അല്ലേ? അപ്പം അമ്മായിയമ്മ മരുമകൾ ബന്ധം എപ്പോഴും വെച്ച് പ്രശ്നം എന്നുള്ള രീതിയിൽ കാണുകയാണ്. അപ്പോൾ മരുമകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഏതൊരു മരുമകളും അവൾ ആദ്യം മകളായി ജീവിക്കുകയാണ് അല്ലേ? ആദ്യം സ്വന്തം വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും സ്നേഹമെല്ലാം അനുഭവിച്ച് അല്ലേ, അവരുടെ മകളെ അവർ പൊന്നുപോലെ നോക്കി വളർത്തുകയാണ്. വിദ്യാഭ്യാസം കഴിയുന്നു, അതിനുശേഷം അനുയോജ്യരായ ഒരു പയ്യനെ കണ്ടെത്തി അവളെ ഏൽപ്പിക്കുകയാണ്. അത് അവരുടെ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാ രക്ഷിതാക്കളും. അവിടം കൊണ്ട് ഉത്തരവാദിത്വം തീരുന്നുമില്ല, അങ്ങനെ ഏൽപ്പിച്ചു. അവരുടെ അപ്പോൾ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ മകൾക്ക് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാവണം എന്ന് തന്നെയാണ്. അങ്ങനെ മകളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയുമായിട്ടാണ് ഈ പെൺകുട്ടി മറ്റൊരു വീട്ടിലേക്ക് വരുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ, ഞാനൊരു വിവാഹത്തിന് പോയാൽ ആ താലി കിട്ടുന്ന ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുക ഇങ്ങനെയാണ്. എന്തെല്ലാം പ്രതീക്ഷയോടുകൂടിയായിരിക്കും ആ താലിച്ചരട് ആ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് വീഴുന്നത് അല്ലേ? അവളുടെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളായിരുന്നു. വേറെ ഒന്നും ആയിരിക്കില്ല, അവൾക്ക് സന്തോഷമാണ് ആ സമയം മുഴുവൻ. വലിയ പ്രതീക്ഷകളുമാണ് ഉണ്ടാകുക വീട്ടുകാർക്ക്. അപ്പോൾ അത് നല്ല രീതിയിൽ നല്ലൊരു ജീവിതം ഉണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് പിന്നെ വീട്ടുകാരുമെല്ലാം ചെറുക്കനെ സ്വീകരിക്കുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് വരുന്നു. എല്ലാവർക്കും അറിയാം, ആദ്യം കുറേ നാൾ സന്തോഷം മാത്രമായിരിക്കും. കാരണം ആ സമയത്ത് പരസ്പരം അറിഞ്ഞറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. പിന്നീട് പോരായ്മകൾ വന്നു തുടങ്ങും അല്ലേ? അതായത് സ്വരച്ചേർച്ച കുറയും. അപ്പോൾ പതുക്കെ പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പം ചെറുക്കൻ്റെ വീട്ടിൽ ഉള്ളവർ അച്ഛൻ്റെ അമ്മയുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ഇടയിലൊക്കെ ഇതൊരു ചർച്ചയാകാൻ തുടങ്ങും. എന്ത് പറ്റി അവരിലുള്ള പ്രശ്നങ്ങളിൽ വീട്ടിലുള്ള മറ്റു പലരും ഇടപെടാൻ തുടങ്ങുമ്പോൾ ഇത് പ്രശ്നം വലുതാകും മിക്കവാറും. അങ്ങനെയൊക്കെയാണ് മിക്കവാറും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇവിടെ മരുമകൾ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് പ്രതീക്ഷയുമായിട്ട് വരും. കാരണം ഇന്ന് സിനിമ മറ്റു മാർഗങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കാണിക്കുന്ന ജീവിതം അവർ കുറേയൊക്കെ വിചാരിക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. അങ്ങനൊരു മുൻധാരണ മിക്ക ആളുകൾക്കുമുണ്ട്, പെൺകുട്ടികൾക്കുമുണ്ട്. ആ ധാരണ എന്നതിന് അപ്പുറം ആ സിനിമയിൽ അവരിഷ്ടപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ എനിക്കും ജീവിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കും അങ്ങനെ തന്നെ ജീവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ആ പെൺകുട്ടി ജീവിതം തുടങ്ങുന്നത്. അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആരും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ജീവിതം പ്രശ്നം നിറഞ്ഞതായിരിക്കണം, അല്ലെങ്കിൽ വഴക്കുകൾ, ഇങ്ങനൊന്നും ചിന്തിക്കുന്നില്ല. എല്ലാവരും സുഖമായി ജീവിക്കണം. അങ്ങനെ തന്നെയാണ് ഈ പെൺകുട്ടിയും ഒരു മരുമകളായി വന്ന് കയറുന്നത്. അപ്പോഴെന്നാണ് അതുവരെ സ്വന്തം വീട്ടിൽ ഒരു പക്ഷേ താമസിച്ച് എഴുന്നേക്കുമായിരിക്കാം, ആഹാരം ഉണ്ടാക്കാൻ അറിയില്ലായിരിക്കാം, വസ്ത്രം അലക്കി കൊടുക്കുന്ന അമ്മയായിരിക്കാം. അങ്ങനെ എല്ലാം മറ്റുള്ളവരിൽ നിന്നും ഉള്ള സഹായങ്ങളും കിട്ടിയിട്ടുള്ളതാണ്. അപ്പം പുതുതായിട്ട് വരുമ്പോഴത്തേക്കും ഒരു വീട്ടിലേക്ക് വരുമ്പം പലപ്പോഴും ഇതെവിടെ തുടങ്ങണം,
ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ആകെ ഒരു വെപ്രാളമായിരിക്കും കുറച്ച് നാൾ. അപ്പം അവൾ അതിനെ തരണം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവളെക്കൊണ്ട് അവളുടെ കഴിവിന് അനുസരിച്ച് പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ശരിയായി വരാനായിട്ട് ശ്രമിക്കും. ഒരുപക്ഷെ അങ്ങനെ ശ്രമിക്കാത്തവരും ഉണ്ട്, അതും എനിക്കറിയാം. അപ്പം അങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ശ്രമങ്ങളിങ്ങനെ നടക്കുന്നു. അത് ചെറിയ രീതിയിൽ അവർ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ വീട്ടിലുള്ള മറ്റുള്ളവർ വിചാരിക്കും ഇതൊന്നും അറിയില്ല, ഇതെന്താ ഇങ്ങനെ. അവർക്ക് വന്ന ഉടനെ തന്നെ നല്ലൊരു മരുമകളെന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഈ പെൺകുട്ടി നല്ല ജീവിതം പ്രതീക്ഷിക്കുന്നെങ്കിൽ വീട്ടുകാരെന്താണ്, പയ്യൻ്റെ വീട്ടുകാർ ചിന്തിക്കുക എന്താണ്, എൻ്റെ മരുമകൾ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യും, രാവിലെ എണീക്കും, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും, എല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്യും, എൻ്റെ ഭർത്താവിനെയും ഒക്കെ നന്നായിട്ട് നോക്കും എന്നൊക്കെ ആയിരിക്കും അമ്മായിയമ്മയുടെ മനസ്സിലുള്ളത്. മരുമകളെ എല്ലാം ഏൽപ്പിക്കാനായിട്ട് തയ്യാറെടുത്തായിരിക്കും. എന്നിട്ട് സ്വന്തം കാര്യം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ചെയ്ത് ഒതുങ്ങിക്കൂടാനായിരിക്കും. പക്ഷേ ഈ പെൺകുട്ടിക്ക് ഇതെങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അറിയാതെ വന്ന് കയറുകയാണ്. അപ്പോൾ എന്താണ്, ഇവർ തമ്മിലുള്ള ആ ചിന്തകളുടെ വ്യത്യാസം, മനസ്സുകൾ അകലാൻ തുടങ്ങും. അപ്പം അമ്മായിയമ്മ ഓർക്കുന്നത് ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യും. ഈ പെൺകുട്ടിക്കുട്ടി ഇതൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ അറിയുകയില്ല. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ആ മനസ്സുകൾ തമ്മിൽ പിരിമുറുക്കം വരും. ഇതെന്തോ ഒന്നും അറിയത്തില്ല. അപ്പോൾ പെൺകുട്ടി ചിന്തിക്കും ഇത്രയൊക്കെ ചെയ്തിട്ടും പിന്നെ എനിക്ക് കുറ്റം പറയും. അങ്ങനെ 1-2 പ്രാവശ്യം ഇങ്ങനെ മോശമായ വാക്കുകൾ അമ്മായിയമ്മയുടെ ഭാഗത്തു നിന്ന് പെൺകുട്ടി കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അവളുടെ ഉള്ളിൽ വെറുപ്പ് തുടങ്ങും. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവരത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തയാണ് ഉള്ളത്. അല്ലാതെ ഒരു തരത്തിലുള്ള വെറുപ്പും കൊണ്ട് ഒരു പെൺകുട്ടിയും ഒരു വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറാറില്ല, അത് ഉറപ്പ്.